എപ്പിസോഡിന്റെ തുടക്കത്തില് നമ്മുടെ നറുട്ടോ കുട്ടപ്പനും കൂട്ടരും വീണ്ടും ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. സഡൻ ബ്രേക്ക് ഇട്ട് നമ്മുടെ പെങ്കൊച്ചും പട്ടിക്കുട്ടിയും നിൽക്കുമ്പോ കുട്ടപ്പൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് എന്തു പറ്റി, അവന്റെ സ്മെല്ല് കിട്ടിയോ, എന്താ നിങ്ങൾ നിന്നെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു മരത്തിന് പോയി തലയിടിച്ച് താഴെ വീഴും. പെങ്കൊച്ചും പട്ടിക്കുട്ടിയും കുട്ടപ്പന്റെ അവസ്ഥ കണ്ട് ടെൻഷനായിട്ട്, അയ്യോ നിനക്ക് എന്തെങ്കിലും പറ്റിയോ, ഞങ്ങൾ ആദ്യം അവിടെ നിന്നു, പിന്നെ മുമ്പോട്ട് പോയി, പിന്നെ സാസുകയുടെ മണം കിട്ടി എന്നൊക്കെ പറഞ്ഞ് പട്ടിക്കുട്ടൻ എന്തൊക്കെയോ പറയും. ഈ പ്രാന്തൻ ടീമിന്റെ പറച്ചിൽ കേട്ട് കുട്ടപ്പനാവട്ടെ സത്യം പറയും എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോ സാസുക അവൻ വീണ്ടും ഓടാൻ തുടങ്ങി ആരുടെയൊക്കെ പിന്നാലെ. പിന്നെ എന്തിനാ നോക്കിയിരിക്കുന്നേ, നമുക്കും പോകാന്ന് പറയുമ്പോ പട്ടിക്കുട്ടൻ വേറൊരു കാര്യം പറയും. സാസുക ആദ്യം നിന്ന സ്ഥലത്ത് ആരൊക്കെയോ തമ്മിൽ ഫൈറ്റ് കൂടാൻ പോവാണ്. നമ്മുടെ ഷിനോയുടെയും കങ്കൂരയുടെയും കാര്യമായിരിക്കും പട്ടിക്കുട്ടൻ പറയാ. പട്ടിക്കുട്ടി പറയും, നമ്മൾ കൺഫ്യൂസ് ആകാൻ പാടില്ല, വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കണം. ഇങ്ങനെയുള്ള അവസരത്തിൽ നമ്മൾ നേരെ പോയാൽ തീർച്ചയായിട്ടും ഫൈറ്റ് ചെയ്യുന്നവരുടെ മുമ്പിലായിരിക്കും ചെന്നുപെടുക. വളഞ്ഞു പോയാൽ സാസുകയെ കണ്ടെത്താൻ ഒരുപാട് നേരെടുക്കുന്നു പറയുമ്പോ കുട്ടപ്പനാവട്ടെ, നീ എന്തായി പറയണേ, ഇനിയും സമയം കളയാനോ, ഒന്നും നോക്കണ്ട, നേരെ പോകാന്ന് അവരുടെ അടുത്ത് പറയും. സാക്കുറ ചൂടായിട്ട്, നമ്മൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ പോയി പെടാൻ പാടില്ല, ഫൈറ്റിന്റെ ഇടയിൽ ചെന്നുപെട്ടാല് തീർച്ചയായിട്ടും സാസുകയെ കണ്ടെത്താൻ ഒരുപാട് ഡിലേ ആവുമെന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ അത് മൈൻഡ് പോലും ചെയ്യില്ല. കട്ട് ചെയ്താ ഇവിടെ ഷിനോയും കങ്കൂറയും പരസ്പരം ഫൈറ്റ് ചെയ്യാൻ ആരംഭിക്കും. ഫൈറ്റിന് മുമ്പേ ഒരു 5 മിനിറ്റ് പരസ്പരം കണ്ണു കോർത്ത് നിൽക്കണം. കങ്കൂറ ചാടി അവന്റെ ബൊമ്മേനെ എടുത്ത് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോ ഷിനോ ആവട്ടെ അവന്റെ ഈച്ചകളെല്ലാം പുറത്തേക്ക് എടുക്കും. കങ്കൂറ ബൊമ്മേനെ എടുത്ത് അടി വാങ്ങാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോ കട്ട് ചെയ്ത ടെമരി ആവട്ടെ കഷ്ടപ്പെട്ട് ഗാറയെ ചുമലിലേറ്റി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കറക്റ്റ് ടൈമില് ഗാറ എഴുന്നേറ്റ് എന്നെ താഴെ ഇറക്ക് എന്ന് അവളുടെ അടുത്ത് പറയും. താഴെ ഇറങ്ങിയ ഉടൻ തന്നെ ഗാറ തല വേദനിക്കുന്നു എന്നും പറഞ്ഞ് അലറിക്കാരാനും തുടങ്ങും. അവന്റെ കൈ മുഴുവൻ ചോരയായിട്ട് വയ്യാതെ വീഴുമ്പോ പെങ്കൊച്ചാവട്ടെ കങ്കൂറ തീർച്ചയായിട്ടും ഇപ്പൊ സാസുകയായിട്ട് ഫൈറ്റിലായിരിക്കും. ഈ ഗ്യാപ്പില് അവന് മരുന്നിട്ട് കൊടുക്കാന്ന് പറഞ്ഞ് അവന്റെ കയ്യില് മരുന്നിടാൻ ആരംഭിക്കും. അവള് വീണ്ടും അവനെ ടേക്ക് കെയർ ചെയ്യുമ്പോ പെട്ടെന്ന് ഗാറയുടെ സ്വഭാവം അങ്ങനെ തന്നെ മാറും. എനിക്ക് ദേഷ്യം കയറി വരികയാണ്, നീ എന്റെ അടുത്തുനിന്ന് മാറി നിൽക്ക് എന്ന് പറഞ്ഞ് അവക്കിട്ടൊരു ഒറ്റ അടി. പാവം പെങ്കൊച്ച് കഷ്ടപ്പെട്ട് പൊക്കി എടുത്തോണ്ട് വന്നിട്ട് അവക്ക് കിട്ടിയത് ഇതാണ്. പക്ഷെ അപ്പോഴായിരിക്കും ലോങ് ഷോട്ടില് സാസുക നിൽക്കുന്നത് നമ്മുടെ പെങ്കൊച്ച് കാണുക. അങ്ങനെ ബ്രഹ്മാണ്ഡ വില്ലനും ദ റിയൽ ഹീറോയും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോ കങ്കൂറ അവന്റെ ബൊമ്മയെടുത്ത് അറ്റാക്ക് ചെയ്യാൻ വരും. പക്ഷെ ഇത്തവണ അതിൽ വിഷം പുരട്ടിയായിരിക്കും അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഷീനോ കങ്കൂറയുടെ മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോ ഇവിടെ ടമരി ആവട്ടെ, ബ്ലഡി ഫുൾ കങ്കൂറ, നിന്നോട് ഇവനെ തടഞ്ഞു വെക്കാൻ പറഞ്ഞിട്ട് നീ ഇവനെ അഴിച്ചു വിട്ടോന്ന് ടമരി മനസ്സിലാലോചിക്കും. നീ എത്ര വലിയ സാൻഡ് നിഞ്ച ആയാലും എന്റെ മുൻപിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ല. ഗാറ കലിപ്പ് കയറി അവന്റെ ഷീൽഡ് പൊട്ടാൻ തുടങ്ങുമ്പോ മുൻപ് ഫൈറ്റില് അവന്റെ ഉള്ളില് ഒരു മോൺസ്റ്ററിനെ കണ്ട കാര്യം സാസുക ആലോചിക്കും. സാസുക അവനോട് ചോദിക്കും, ഫൈറ്റ് ചെയ്യുമ്പോ ഞാനൊരു മോൺസ്റ്ററിനെ കണ്ടിരുന്നു, സത്യം പറയ്, നീ ആരാന്ന് ചോദിക്കുമ്പോ ഗാറയുടെ മുഖം വീണ്ടും പൊട്ടിത്തെറിക്കുന്ന കാണുമ്പോ ടെമരിക്ക് പതിയെ പേടി തുടങ്ങും. കാരണം അവൻ പവർ മുഴുവൻ പുറത്തെടുത്താല് തീർച്ചയായിട്ടും അവരുടെ മിഷൻ നടക്കില്ല. സാസുകയുടെ നിപ്പും ചോദ്യവും കേട്ട് ദേഷ്യം വന്ന ഗാറയാവട്ടെ, നിന്നെയും ഈ ഗ്രാമത്തിലുള്ള എല്ലാവരെയും കൊന്ന് ഞാൻ ഇതിന്റെ എല്ലാം അധിപനാവുന്നു പറയുമ്പോ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. കാക്കാഷിയും സാസുകയും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗാറ വരുന്ന അതേ സന്ദർഭം. ഗാറ സാസുകയുടെ അടുത്ത്, നീ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നതെന്ന് സാസുകയോട് ചോദിക്കും. അത് നീ അറിയേണ്ട ആവശ്യമില്ല, തൽക്കാലം ഇവിടുന്ന് കടന്നു പോകാനായിട്ട് നമ്മുടെ ആളും പറയും. പിന്നീട് 5 മിനിറ്റ് മൂകമായിട്ട് അവര് പരസ്പരം കണ്ണോട് കോർക്കുമ്പോഴായിരിക്കും ഗാറയ്ക്ക് പിടികിട്ടുക. സാസുകയും അവനെ പോലെ തന്നെ ഇപ്പൊ കൊല്ലാനുള്ള വെറിയിലാണ്. സോ അന്ന് തന്നെ ഗാറയ്ക്ക് മനസ്സിലായിരുന്നു ഇവനും ആള് ചില്ലറക്കാരനല്ല എന്ന്. പ്രസന്റില് ഗാറയുടെ ഷീൽഡൊക്കെ പൊട്ടി അവൻ കലി മൂത്ത് നിൽക്കുമ്പോ ആ എന്ന് പറഞ്ഞ് അലറിക്കരഞ്ഞ് ഗാറ പതിയെ ഒരു മോൺസ്റ്റർ ആവാൻ തുടങ്ങും. ടെമരിക്ക് മനസ്സിലാവും എല്ലാം നമ്മുടെ ഗാറയുടെ കൈവിട്ടു പോയെന്ന്. സാസുക അടക്കം ഷോക്കായിട്ട് അത് നോക്കി നിൽക്കുമ്പോ കട്ട് ചെയ്താ ഇവിടെ കങ്കൂറ ആവട്ടെ അവന്റെ ബൊമ്മേനെ ഒരു പ്രേതമാക്കി ഷിനോയെ അറ്റാക്ക് ചെയ്യാൻ പോകും. അവന്റെ അറ്റാക്ക് പേടിച്ച് ഷിനോ മറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും അവൻ സബ്സ്റ്റിറ്റ്യൂഷൻ ജിപ്സ് ഉപയോഗിച്ചാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് ഷിനോയ്ക്ക് മനസ്സിലാവുക. കങ്കൂറ ഷിനോനെ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ജിപ്സ് ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോ ഷിനോ അവന്റെ ഈച്ചയെ ഉപയോഗിച്ച് നൈസായിട്ട് രക്ഷപ്പെടുമ്പോ കങ്കൂറ ആവട്ടെ അവനെ തപ്പി നടക്കും. അപ്പൊ ദാണ്ട്ര പുറകിന്ന് കറങ്ങി വന്ന് ഷിനോ അവനെ അട്ടിച്ചങ്ങ് തെറിപ്പിക്കും. നീ എങ്ങനെയൊക്കെ ചെയ്താല് ഞാൻ പേടിച്ചു പോകുമെന്ന് കരുതിയൊന്നും പറഞ്ഞ് അവൻ വീണ്ടും അവന്റെ ഭൂതത്തെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ വരും.
വരും. കങ്കൂറ നെഞ്ചിപ്സൂല് ബോംബ് വെച്ച് അവന് നേരെ എറിയുമ്പോ ഷിനോ ഒരുപാട് ഈച്ചകളെ വലിച്ചെറിയും. പക്ഷെ എന്താ, ബോംബ് പൊട്ടി അവിടെ ഒരുപാട് പുക വന്ന് കുറെ ഈച്ചകള് അവിടെ തന്നെ ചത്തുപോകും. അപ്പോ ഷിനോ ഞെട്ടിയിട്ട് അത് വെറും പുകയല്ല, പോയിസൺ പുകയാണ്. മരത്തിന്റെ മേലെ കൂടെ ചാടിത്തുള്ളി പുകയിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിലും കുറച്ചവൻ അറിയാതെ ശ്വസിച്ചു പോകും. ഗ്യാപ്പില് കങ്കൂറ ആവട്ടെ എവിടെയോ പോയി ഒളിച്ചു ഇരിക്കും. അവർ ഉഷാറായിട്ട് അടിക്കാൻ തുടങ്ങുമ്പോ ഇവിടെ നമ്മുടെ കുഞ്ഞു പിള്ളേരെയും കൂട്ടിക്കൊണ്ട് ഇറൂക്ക മാസ്റ്റർ ആവട്ടെ ഒക്കാകമാരുടെ പ്രതിമകളുള്ള ആ ഒരു ബിൽഡിങ്ങിലേക്ക് വരും. ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് കുട്ടപ്പന്മാര് താഴേക്ക് നോക്കുമ്പോ ഗ്രാമം മൊത്തം കത്തുന്നതായിട്ട് കാണും. അവര് പേടിച്ചു വിറയ്ക്കുമ്പോ പേടിക്കണ്ട, നമ്മുടെ നാട്ടിലെ നിഞ്ചാസ് നമ്മുടെ ഗ്രാമത്തെ കാത്തുകൊള്ളൂന്ന് ഇറൂക്ക പറയും. ആ സമയത്ത് മുകളിലായിട്ട് എന്തോ ഒരു സൗണ്ട് കേൾക്കും. അത് വേറൊന്നുമല്ല, നമ്മുടെ ഹൊക്കാഗയുടെ, അതായത് കൊനഹമാരു കുട്ടപ്പന്റെ ഗ്രാൻഡ് പേയുടെ ആ ഒരു ശില്പത്തിന് പതിയെ പതിയെ ക്രാക്ക് വീഴാൻ ആരംഭിക്കും. അവന് മനസ്സിലാവും അവന്റെ ഗ്രാൻഡ് പായ്ക്ക് എന്തോ വലിയ ദുരന്തം വരാൻ പോകുന്നുണ്ടെന്ന്. കട്ട് ചെയ്ത ഹൊക്കാഗ പതിയെ പതിയെ ഒറോച്ചിമാറുവിന്റെ ആത്മാവിനെ പകുതിയോളം പുറത്തേക്കെടുത്തു. പക്ഷെ ബാക്കി പകുതി എടുക്കാനായിട്ട് ആളെ കൊണ്ട് സാധിക്കുന്നില്ല. അവൻ കത്തി കയറ്റിയ വേദനയില് ആള് പെടയുമെങ്കിലും ഞാൻ മരിക്കുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും ഇവന്റെ ആത്മാവിനെ എനിക്ക് എടുക്കണമെന്ന് പറഞ്ഞ് വീണ്ടും അതിനുവേണ്ടി ശ്രമിക്കും. പതിയെ പതിയെ ആത്മാവ് തിരികെ ഒറോച്ചിമാറുവിന്റെ ബോഡിയിലേക്ക് പോകുന്ന കാണുമ്പോൾ കൊരങ്ങച്ചനാവട്ടെ, ഹൊക്കാഗെ ഒരിക്കലും നീ അതിന് അനുവദിക്കരുത്, നിന്റെ ജീവൻ കൊടുത്തും നിന്റെ ഗ്രാമത്തിനെ നീ സംരക്ഷിക്കണമെന്ന് പറയുമ്പോൾ വീണ്ടും നമ്മുടെ അപ്പാപ്പൻ മുക്കി മുക്കി ആത്മാവിനെ തിരികെ എടുക്കാൻ ശ്രമിക്കും. കട്ട് ചെയ്ത ഗാറയുടെ രൂപം ഇപ്പൊ മുഴുവനായിട്ടും ഒരു സോംബിയുടേത് പോലായി തീർന്നു. അവന്റെ മോൺസ്റ്റർ മോന്ത കണ്ട് നമ്മുടെ ടെമരി പെണ്ണ് പോലും അവളുടെ കണ്ണ് പൊത്തിപ്പോവും. അപ്പോഴായിരിക്കും സാസുക അവന്റെ കണ്ണ് ശ്രദ്ധിക്കുക. ഫൈറ്റ് ചെയ്യുമ്പോ കണ്ട അതേ കണ്ണുകള്. ഗാറ ചാടി വന്ന് സാസുകയുടെ തലക്കിട്ട് ഒരൊറ്റ അടി. അടിയിൽ ബോധം പോയി സാസുക അങ്ങനെ തന്നെ കറങ്ങി അടിച്ച് താഴെ വീഴും. ഇനിയിപ്പോ എന്താ ചെയ്യാന്നും പറഞ്ഞ് സാസുക ഒരോരത്തൊളിഞ്ഞിരിക്കുമ്പോ ഇവിടെ ഷിനോ ആവട്ടെ വിഷപ്പുക ശ്വസിച്ച് ശ്വാസം എടുക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെ സമയമെന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും അവന്റെ ബൊമ്മ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുമെങ്കിലും അത് വെറും ഷിനോയുടെ ഈച്ചകൾ മാത്രമായിരിക്കും. അവനെവിടെയെന്നും പറഞ്ഞ് കങ്കൂറ തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും ഷിനോ കങ്കൂറയുടെ ബൊമ്മേനെ എന്തോ ചെയ്തോണ്ടിരിക്കുന്നതായിട്ട് കാണുക. ഇവൻ ഇനി അതുമായിട്ട് കുത്സിതത്തിൽ ഏർപ്പെടുകയാണോന്നും പറഞ്ഞ് ബൊമ്മയെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും അവനെ കൊണ്ട് അത് സാധിക്കില്ല. ഷിനോ അവന്റെ ഈച്ചകളെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ബൊമ്മയ്ക്കുള്ളിലേക്ക് കയറ്റി വിടും. ഈച്ചകൾ കയറിയതുകൊണ്ട് തന്നെ ബൊമ്മ സ്റ്റെക്കായിട്ട് അവൻ കൺട്രോൾ ചെയ്യുന്ന ആ ഒരു ത്രെഡിൽ കൂടെ ഈച്ചകള് കങ്കൂറയുടെ അടുത്തേക്ക് എത്തും. അവർ ഓൾറെഡി കഴിക്കുന്നത് ചക്ര പവറാണ്. വേറെ വഴിയില്ലാതെ കങ്കൂറാണൻ ആ ത്രെഡൊക്കെ കട്ട് ചെയ്ത് വിടുമ്പോ ബൊമ്മയുടെ തല മാത്രം കറങ്ങിത്തിരിഞ്ഞ് വലിയൊരു കത്തിയുമായിട്ട് ഷിനോയുടെ നേരെ വരും. അത് അവന്റെ അടുത്ത് എത്തിയില്ലെന്നാവുമ്പോ കറക്റ്റായിട്ട് അതിന്റെ ഫ്യൂസ് പോയി താഴെ വീഴും. എന്തുപറ്റി, എന്തുകൊണ്ടാണ് ആ ബൊമ്മ താഴെ വീണതെന്നും പറഞ്ഞ് കങ്കൂറ അവന്റെ കയ്യിലേക്ക് നോക്കുമ്പോഴായിരിക്കും ഒരുപാട് ഈച്ചകള് അവന്റെ കയ്യിലും ബോഡിയിലും എല്ലാം തന്നെ കയറിപ്പറ്റും. അവന്റെ കൺട്രോൾ പോയി നേരെ താഴേക്ക് വീണ് താഴെ കിടന്ന് പെടയാൻ തുടങ്ങും. അവന്റെ ബോഡിയിലെ ചക്രാസ് ഇപ്പോ പതിയെ പതിയെ അവറ്റകൾ തിന്നാൻ തുടങ്ങും. ആദ്യത്തെ അടി ഷിനോയുടെ കയ്യിൽ നിന്ന് കിട്ടിയപ്പോൾ തന്നെ അവരവരുടെ പണി തുടങ്ങിയിരുന്നു. അങ്ങനെ ഷിനോ കങ്കൂരയുടെ പണി ഏകദേശം തീർത്തു എന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും ഷിനോ ഓൾറെഡി വിഷപ്പൊക്കെ ശ്വസിച്ച കാര്യം അവൻ ഓർമ്മ വരിക. വിഷം മുഴുവനായിട്ട് അവന്റെ ബോഡിയിൽ സ്പ്രെഡ് ആവുമ്പോൾ എന്നോട് ക്ഷമിക്ക് സാസുകയെന്നും പറഞ്ഞ് ഷിനോ താഴെ വീഴും. കട്ട് ചെയ്ത ഗാരയുടെ ഇപ്പോഴത്തെ രൂപം കണ്ട് സാസുകയും ടെമരിയും എല്ലാവരും ഭയപ്പെട്ടിരിക്കുകയാണ്. എന്റെ ജീവൻ കൊടുത്തും ഞാൻ നിന്നെ നശിപ്പിക്കുമെന്ന് സാസുക പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. സോ ഗായ്സ്, എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി കുട്ടപ്പന്റെ എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു.